ഹരേ കൃഷ്ണ. ഭക്തി എന്നാൽ ശക്തിയാണ്, ധൈര്യമാണ്, ജീവിക്കാനുള്ള പ്രചോദനമാണ്. എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും അനേക ജന്മങ്ങൾക്ക് ശേഷം പണിപ്പെട്ട് ലഭിച്ച മർത്യജന്മം ധന്യമാകാൻ ഓരോരുത്തരും സ്വന്തം മനസ്സിൽ അല്പമെങ്കിലും ഭക്തി വളർത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം നമുക്ക് വേണം. നാം ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ടിക്കറ്റ് നേരത്തെ തന്നെ നമുക്ക് ബുക്ക് ചെയ്ത് വെക്കാറുണ്ടല്ലേ? ആ ഒരു ചെറിയ കടലാസ് കഷ്ണം ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ സീറ്റ് ആരും എടുക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നു അല്ലേ? അത്രയും വിശ്വാസം എന്തുകൊണ്ട് ഭഗവാനിൽ വെക്കുന്നില്ല? പ്രാർത്ഥന എന്ന ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ളത് തീർച്ചയായും നമുക്ക് തന്നെ കിട്ടും എന്ന വിശ്വാസം വേണം. ദൃഢമായ വിശ്വാസം, ദൃഢവിശ്വാസവും ഭക്തിയും ഭഗവാനിൽ നമുക്കും വരണം. അതുപോലെ അന്യ ചിന്തകളൊക്കെ വിട്ടിട്ട് ഭഗവാനെ തന്നെ ചിന്തിക്കണം. അങ്ങനെയായാൽ നമ്മുടെ ജീവിതവും വിജയിക്കും. ഭക്തന്മാർ ഒരിക്കലും തോൽക്കുന്നില്ല. അവരുടെ ദൃഢവിശ്വാസം അവരെ സദാ രക്ഷിക്കുന്നു. എന്ത് നടന്നാലും അത് ഭഗവാന്റെ ഇഷ്ടം എന്ന് കരുതിയിരിക്കുക. ആര് എന്ത് ഭക്തിയോടെ കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കുന്നു. ഭഗവാൻ നൽകുന്ന ആളിന്റെ സ്ഥിതിയെയോ അല്ലെങ്കിൽ വസ്തുവിന്റെ ഗുണത്തിനെയോ നോക്കുന്നില്ല. അതിലുള്ള ഭക്തിയെ മാത്രമാണ് കണക്കാക്കുന്നത്. തനിക്കുള്ളതെല്ലാം തന്നെ ഭഗവാന് കൊടുക്കണം എന്ന ഭാവമുണ്ടാകണം. ഭഗവാനോട് പ്രീതി ഉണ്ടാവണം. തനിക്ക് എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും തന്നെ ആശ്രയിക്കുന്നവർക്ക് സന്തോഷം കിട്ടണം എന്ന് വിചാരിക്കുന്നു. ഉത്തമമായ ഭക്തി ഉണ്ടാകണം. ഭഗവാനെ ഭക്തരിൽ യാതൊരു ഭേദവുമില്ല. തന്റെ ഭക്തന്മാരിൽ കുലമോ ജാതിയോ വിദ്യയോ ധനമോ തുടങ്ങിയ യാതൊരു ഭേദവും ഭഗവാൻ നോക്കുന്നില്ല. ഭക്തി മാത്രമാണ് ഭഗവാൻ ഗണിക്കുന്നത്. യാതൊരു ചിന്തയുമില്ലാതെ ഭഗവാനെ മാത്രം ചിന്തിച്ചിരുന്ന നമ്മെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല. ഭഗവാനെ പ്രീതിയോടെ അർപ്പിച്ച് സ്വീകരിച്ചാൽ അത് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഭഗവാന് നൽകാനുള്ള മനോഭാവം ഉണ്ടാകണം. നാം നൽകുന്നത് സ്വീകരിക്കാൻ ഭഗവാൻ കാത്തിരിക്കുകയാണ്. ഭഗവാൻ ഭക്തിക്ക് മയങ്ങുന്നു. ഭക്തിയോടെ നാം എന്ത് കൊടുത്താലും അത് ആർത്തിയോടെ സ്വീകരിക്കുന്നു. വിതുരപത്നി സ്വയം മറന്ന് പഴത്തിനു പകരം തൊലിയാണ് കൊടുത്തത്. എന്നാൽ ഭഗവാനും ബോധമില്ലായിരുന്നു. വിതുരപത്നിയുടെ ദിവ്യപ്രേമത്തിൽ മയങ്ങി അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. ഭക്തിയിൽ സ്വയം മറക്കണം. നമ്മുടെ ഭക്തി ഭഗവാനെയും അയക്കുന്നതാകണം. വിതുരരുടെ പത്നിക്ക് അതുപോലെ ആഴമായ ഭക്തിയുണ്ടായിരുന്നു. നാം നൽകുന്ന വസ്തുക്കൾ ആ കരുണാസാഗരനെ എത്ര ആഗ്രഹത്തോടെ സ്വീകരിക്കുന്നു. ഭഗവാൻ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നൽകാനാണ് ആളില്ലാത്തത്. നമ്മുടെ നിവേദ്യമൊക്കെ വെറും ചടങ്ങുകളായി തീരുകയാണ്. ഇനിയെങ്കിലും നമ്മുടെ ചിന്തകളെ ഭഗവാനിലേക്ക് തിരിക്കണം. ആ സ്നേഹനിധിയായ ഭഗവാനെ നാം ലക്ഷ്യപ്പെടുത്തരുത്. അദ്ദേഹം വർഷിക്കുന്ന കൃപാധാരയ്ക്ക് പകരമായി നമുക്ക് മറ്റെന്താ ചെയ്യാൻ കഴിയുക? വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് എത്ര വാത്സല്യത്തോടെയും ശ്രദ്ധയോടെയുമാണ് നാം ഭക്ഷണം നൽകുക. അതുപോലെ ഭഗവാനെ വീട്ടിലെ ഒരംഗമായി കണക്കാക്കുക. ഒരു പഴം കഴിക്കുകയാണെങ്കിൽ പോലും നാം അത് ശരിയായി പാകമെത്തിയോ എന്ന് നോക്കിയിട്ടാണ് കഴിക്കുന്നത്. അതുപോലെ ഭഗവാനെ നേദിക്കുന്ന സമയത്തും പാകത്തിന് പഴുക്കാത്ത ഫലങ്ങൾ നേദിക്കരുത്. ഹൃദയപൂർവ്വമായി ഭഗവാനെ സ്നേഹിച്ചാൽ ഭഗവാനോടുള്ള നമ്മുടെ സമീപനവും മാറുന്നു. കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നാം ഭക്തിയിൽ നിന്നും അകലുന്നില്ല. ചെയ്യുന്ന കർമ്മങ്ങൾ ഭഗവാന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഭഗവാനെ മുറുകെ പിടിക്കണം. ഒരു ക്ഷണം പോലും ഭഗവാനെ മറക്കരുത്. മറക്കേണ്ട ആവശ്യവുമില്ല. സദാ സർവദാ കൃഷ്ണ സ്മരണം ചെയ്യണം. എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ട് മറ്റു ചിന്തകളെ വെടിഞ്ഞ് ആരാണോ എന്നെ ആരാധിക്കുന്നത് അവരുടെ യോഗവും ക്ഷേമവും ഞാൻ വഹിക്കുന്നു എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. യോഗമെന്നാൽ കിട്ടാൻ പ്രയാസമായത് കിട്ടുന്നത്, ക്ഷേമമെന്നാൽ അതിനെ സംരക്ഷിക്കുന്നത്. ഭഗവാൻ നമുക്ക് ഒരു ജന്മത്തിന് മുഴുവൻ വേണ്ട കൃപ ചെയ്യാൻ കാത്തിരിക്കുന്നു. പക്ഷേ നാം അപ്പപ്പോഴുള്ള ആവശ്യത്തിനനുസരിച്ച് ഫലം ആഗ്രഹിക്കുന്നു. ഭഗവാൻ നമുക്ക് നല്ലത് തന്നെ ചെയ്യുന്നു. നാം അത് മനസ്സിലാക്കി വരുന്നതെന്തും സന്തോഷത്തോടെ സ്വീകരിക്കണം. ഓരോരുത്തരും അവരവരുടെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് നാമം ജപം ചെയ്യേണ്ടതാണ്. നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ മറ്റു ചിന്തകൾ നെഞ്ചിൽ നിന്നും അകന്നു നിൽക്കണം. നമ്മിൽ നിന്നും അകന്നു നിൽക്കണം. ഭഗവാൻ തന്നെയാണ് ഗതി. ആ ആത്മാവ് ഭഗവാന്റെ സ്വന്തമാണ്, നമ്മുടേതല്ല. എപ്പോൾ ആത്മാവ് തന്നെ ഭഗവാന്റെ ആകുന്നുവോ ഈ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ആ ശരീരത്തെ ആധാരമാക്കിയുള്ള ജീവിതം എല്ലാം തന്നെ ഭഗവാന്റെ ചുമതലയാണ്. അതുകൊണ്ട് നിശ്ചിന്തയോടെ നിർഭയത്തോടെ ജീവിതം നയിക്കണം. എന്നും ഉണരുമ്പോൾ ഹൃദയം പുഷ്പിക്കണം. അതിനെ എന്നും ഭഗവത് ധ്യാനം ചെയ്യണം. യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു വിഷയമാണ് ഭഗവത് ധ്യാനം. ഏറ്റവും സുഖകരമായ ഒന്നാണത്. മനസ്സിൽ എപ്പോഴും ഭഗവാനെ തന്നെ ഓർക്കണം. എന്നാൽ ആനന്ദം അനുഭവിക്കാം. ഭക്തി വളരെ ശ്രേഷ്ഠമാണ്. നമുക്കും ഭഗവാന്റെ ഭക്തിയിൽ അലിഞ്ഞു ചേരാം. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.